ഞാനിനി പി എസ് ശ്രീധരൻപിള്ളയിലേക്ക് പോകുന്നു. തീർച്ചയായിട്ടും ബി ജെ പി ഒരു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബി ജെ പിയും തയ്യാറെടുപ്പുകളുടെ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന അവസ്ഥയായില്ലെങ്കിൽ പോലും സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ പ്രതീക്ഷ എന്താണ് കേരളത്തിൽ? ഞാൻ നേരത്തെ രാജേഷ് പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന് എൻ്റെ പ്രിയ സുഹൃത്തായ താങ്കൾ ഇറങ്ങിപ്പുറപ്പെട്ട് നന്നായി. ഞാൻ താങ്കളെ ഹാർദമായി അനുമോദിക്കുന്നു. താങ്ക് യു. കേരളം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഒരു വസ്തുനിഷ്ഠമായ വിശകലനം നടത്തിയാൽ കഴിഞ്ഞ 56 മുതലുള്ള ഓരോ മേഖലകളായി എടുത്ത് ചർച്ച ചെയ്താൽ തീർച്ചയായും കാർഷിക മേഖല, സുഗന്ധ വ്യഞ്ജനങ്ങളുടേതായിട്ടുള്ള കയറ്റുമതിയുടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യം, ഒരു സംസ്ഥാനം, അതുപോലെ ഇൻഡസ്ട്രിയുടെ മേഖലകൾ, ഇതെല്ലാം നോക്കിയാൽ ആ നിലയ്ക്കുള്ള വികസനത്തിൽ പിന്നോട്ട് പോയ അവസ്ഥയാണ്. ഞാൻ എൻ്റെ കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല. അത് ഏതെങ്കിലും പ്രത്യേക സർക്കാരിനെ ഞാൻ അതിൻ്റെ പേരൊന്നും കുറ്റപ്പെടുത്താനും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ കാർഷിക മേഖല, ഇപ്പം നെൽകൃഷിയുടെ കാര്യത്തിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഓരോന്നോരോന്നായി എടുത്തു നോക്കിയാൽ നമ്മൾ പിന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ജി, അദ്ദേഹം വികസനം എന്നുള്ള അജണ്ടയിൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് മുൻകൂട്ടി തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റേ ഇപ്പം രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയും എ പാർട്ടി അത് ചെയ്തു, ബി പാർട്ടി അത് ചെയ്തു, സി പാർട്ടി ചെയ്തു, അന്യോന്യം ഈ കുറ്റപ്പെടുത്തലിന് പകരം പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ കേരളം, ഇന്ത്യ ഒട്ടാകെ ഉണ്ടായ ഒരു സാമ്പത്തിക രംഗം ഉൾപ്പെടെയുള്ള രംഗങ്ങളിലെ മാറ്റങ്ങൾക്ക് കേരളം പാകമായിരിക്കുന്നു, അതിന് തയ്യാറായിരിക്കുന്നു. അത് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയുണ്ട്. 2014 കാലഘട്ടം, അന്ന് ലോകത്തിലെ സാമ്പത്തിക ശക്തികളുടെ കണക്കെടുത്താൽ ഇത് ഏതെങ്കിലും BJP മറ്റോ പറയുന്ന കണക്ക് മാത്രമല്ല. അത് 6ാം സ്ഥാനത്ത് നിന്നപ്പം ബ്രിട്ടീഷുകാരെ തള്ളി മാറ്റി നമ്മൾ 5ാം സ്ഥാനത്തേക്ക് എത്തി. അവർ 6ാം സ്ഥാനത്തേക്ക് പോയി. പിന്നീട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജപ്പാനെ തള്ളി മാറ്റി നമ്മൾ 4ാം സ്ഥാനത്തേക്ക് വന്നു. ഇപ്പോൾ മറ്റൊരു ജർമ്മനിയെ തള്ളി മാറ്റി നമുക്ക് 3ാം സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുന്നു എന്നാണ്. അത് ഔദ്യോഗികമായ കണക്കല്ലെങ്കിലും മറ്റുള്ള സാമ്പത്തിക വിദഗ്ധന്മാരും മറ്റും പറയുന്നത്. ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും എണ്ണി ഓരോന്നും വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്താൽ പിന്നോട്ട് പോകുന്ന സംസ്ഥാനമാണ്. ഇതാണ് എനിക്ക് അതിനെപ്പറ്റി ഒരു കാര്യം പറയാനുള്ളത്. മറ്റൊന്ന്, രാഷ്ട്രീയമായി പാകമായിരിക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, ദേശീയ മുന്നേറ്റത്തിൽ 1977 എല്ലാ തരത്തിലുള്ള അടിയന്തരാവസ്ഥയുടെ കെടുതികളും അനുഭവിച്ച സംസ്ഥാനമാണ്. പക്ഷെ അന്ന് മുഴുവൻ 20 സീറ്റുകളും അന്നത്തെ ഏകാധിപത്യത്തിൻ്റെ ശക്തികൾക്ക് നൽകിയ സംസ്ഥാനം കൂടിയാണ് കേരളം. അതിനുശേഷമുള്ള ഓരോ തെരഞ്ഞെടുപ്പുകളും പരിശോധിക്കുന്ന അവസരത്തിൽ BJP ഓരോ തെരഞ്ഞെടുപ്പിലും എപ്പോഴും സിസ്റ്റം ഒരു മൂന്നാമതൊരു ശക്തിയോടെ എപ്പോഴും ക്രൂവലാണ്. ഒരു വസ്തുനിഷ്ഠമായ വിശകലനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ 2004 തെരഞ്ഞെടുപ്പിലും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുമൊക്കെ വിലയിരുത്തുമ്പോൾ ഇപ്പം കേരളത്തിൽ ജയിക്കും, BJP വോട്ട് ചെയ്താൽ BJP ജയിക്കും, അത് ഭരണത്തിൽ വരാൻ സാധിക്കുമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ഫലം ഉൾപ്പെടെയുള്ള ഫലങ്ങളെ നമ്മൾ വിലയിരുത്തിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ കേരളം പാകമായിരിക്കുന്നു, നരേന്ദ്രമോദി നയിക്കുന്ന യാത്രാസംഘത്തോടൊപ്പം എത്തിച്ചേരാനുള്ള വ്യഗ്രത എവിടെയും പ്രകടമാണ്. BJP പ്രവർത്തകർക്ക് മുമ്പെങ്ങുമില്ലാത്തൊരാവേശം ഇപ്പോഴേ കോൺഫിഡൻസ് ഉണ്ടായതായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.